ഹലോ, ഇന്നിപ്പോൾ എനിക്ക് വലിയൊരു ടാസ്ക് ചെയ്യാനുണ്ട്. കാരണം വേറൊന്നുമല്ല, പായസം വയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക്. ബിജുവിൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്തതാണ്, ബിജു സാർ നാളെ വരുമ്പോൾ പായസം ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന്. ബിജു സാറല്ല ഉണ്ടാക്കുന്നത്, ബിജു സാറിൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും അവർ പായസം ഡിമാൻഡ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇതിനു മുമ്പ് പായസം ഉണ്ടാക്കി ശീലമില്ലാന്നല്ല, അറിയാത്ത ഞാൻ ആണ് പായസം ഉണ്ടാക്കണതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഞാൻ അവരെ നിരാശപ്പെടുത്തിയില്ല. ഞാൻ ഇൻസ്റ്റൻറ്റ് പാലട പായസം അങ്ങ് വാങ്ങിച്ചു. 3 ടൈപ്പാണ് ആക്ച്വലി വാങ്ങിച്ചത്. ആദ്യം 2 ടൈപ്പാണ് വാങ്ങിച്ചത്. രണ്ട് ടൈപ്പാണ് വന്നത് ആക്ച്വലി. ഞാൻ ഒരു ടൈപ്പ് ഓർഡർ ചെയ്യാനാണ് നോക്കിയെങ്കിലും കിട്ടിയില്ല. ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് വാങ്ങിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇത് 18 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അവിടെ 28 പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു പാലട പായസം കൂടി വാങ്ങിച്ചു. 3 ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കും, 3 തരമായിട്ട് ഉണ്ടാക്കണോ അതോ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കണോ എന്നൊക്കെ കൺഫ്യൂഷനായിരുന്നു. എന്തായാലും ഞങ്ങളങ്ങ് തീരുമാനിച്ചു, അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഫസ്റ്റ് ഒരു കളർ കിട്ടാനായിട്ട് കാരമലൈസ് ചെയ്യാണ്. അതിനെന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. വയ്യെന്നും പറഞ്ഞ് മാറി നിന്ന ആളാണ്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ തവി കൊണ്ട് ഇളക്കെങ്കിലും ചെയ്യണമല്ലോ, എന്നാലല്ലേ അതിന് പേരെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വന്നേക്കണതാണ്. അങ്ങനെ കാരമലൈസ് ചെയ്ത് പാലൊഴിച്ച് ഇപ്പോൾ കട്ട പിടിച്ചു, അത് കരിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഉള്ളൊരു തർക്കത്തിലാണ്. പക്ഷേ സാധനമൊക്കെ നല്ല രീതിയിൽ വന്ന് നന്നായിട്ട് ഇളക്കെന്നാണ് ഞാനീ പറയുന്നത്. പുള്ളിക്കാരൻ്റെ അത്ര അങ്ങോട്ട് പോരാ. അങ്ങനെ ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് പാല് തിളച്ച് വന്നപ്പോൾ ഇതെല്ലാം കൂടി അതിനകത്തോട്ട് അങ്ങ് ഇട്ട് അതും നന്നായിട്ട് വേവിച്ച് തിളപ്പിച്ച് ഉള്ളതിൽ വലിയ പാത്രം തന്നെ ഞാൻ നോക്കി ആ പായസമൊക്കെ അങ്ങ് അടച്ച് പാത്രത്തിനകത്താക്കി സേഫാക്കി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചു. കുറേ ഉണ്ടാവും ഞാൻ വിചാരിച്ചു, പക്ഷേ അതിൻ്റെ പകുതി പാത്രമേ വന്നുള്ളൂ. പക്ഷേ എല്ലാവർക്കും തികഞ്ഞു എന്തായാലും അത്. അങ്ങനെ ഞാൻ വേർത്തു കുളിച്ചു. എൻ്റെ വേർപ്പിൻ്റെ അധ്വാനമാണ് ആ പായസം. ആക്ച്വലി ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊന്നും കിട്ടിയില്ല. അതിൻ്റെ അറ്റവും മൂലമൊക്കെ ഇങ്ങനെ നക്കി വടിച്ചെടുത്തതാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടും ഇൻസ്റ്റൻറ്റ് പാലട പായസമാണ് എന്ന് ഒരിക്കലും പറയത്തില്ല. അത്രയും സ്വാദിഷ്ടമായിരുന്നു. അതിൻ്റെ സൈഡിലിരുന്ന അതൊക്കെ വടിച്ചെടുത്ത് കഴിക്കാൻ എന്ത് ടേസ്റ്റായിരുന്നു. പിന്നെ നല്ലപോലെ എനിക്ക് അപ്രിസിയേഷൻ കിട്ടി. അവരുടെ ഓഫീസിലൊക്കെ സ്റ്റാഫൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, അക്ക സൂപ്പർ എന്ന്. അതാണ് എൻ്റെ സന്തോഷം. അപ്പം ശരി, ബായ്.